മാഷേ, നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഡയറക്ടറായിരുന്ന ശ്രീമാൻ കെ മുഹമ്മദ്, അദ്ദേഹം അറിയാലോ, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും പേരും പ്രശസ്തിയൊക്കെ അങ്ങേക്ക് അറിയുന്നതല്ലേ. ആ മലയാളി ശാസ്ത്രജ്ഞന്, അദ്ദേഹത്തെ ശാസ്ത്രജ്ഞൻ എന്ന് തന്നെ പറയണം, പുരാവസ്തു വകുപ്പിൽ വലിയ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ആ ഗവേഷകന് ഒരു വലിയ അവാർഡ് കിട്ടിയിരിക്കുന്നു. 5 ലക്ഷം രൂപയുടെ ഒരു പുരസ്കാരമാണ്, ഒരു അവാർഡാണ്. നമ്മുടെ സായി ബാബയുടെ പേരിലുള്ള ഒരു അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? കെ മുഹമ്മദ് അവർക്ക് എന്തിൻ്റെ പേരിലാണ് ഈ അവാർഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത്? കെ മുഹമ്മദ് സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു. അദ്ദേഹം പത്മശ്രീയാണ്. അതെ, അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം ശാസ്ത്രജ്ഞനാണോ, പുരാവസ്തു ഗവേഷകനാണോ, എല്ലാം അപ്പുറത്തൊരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അദ്ദേഹത്തെ സൂക്ഷ്മമായിട്ട് അറിയാൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചത്. ഞാൻ എന്ന ഭാരതീയൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം, അതെല്ലാം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തന മണ്ഡലം അദ്ദേഹം പക്ഷേ ഇന്ത്യയിൽ വളരെ സൗമ്യനായി ജീവിച്ചു പോയ ഒരാളാണ്. വളരെ മിതഭാഷിയാണ്. കർമ്മമാണ് ജീവിതം എന്ന് തെളിയിച്ച ഒരാളാണ്. ഏറെ കോലാഹലങ്ങൾക്കൊന്നും പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്നും വിവാദ വിധേയമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സംഭാവന നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അയോധ്യ ഇഷ്യൂവിലാണ്. ഇന്നൊന്നുമല്ല, എന്നോ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഫൈസാബാദിലെ കോടതിയിൽ ബാബരി മസ്ജിദ് ഒരു തർക്ക വിഷയമായ കാലം തൊട്ട് ആ പള്ളി ഒരു ക്ഷേത്രം തകർത്ത സ്ഥലത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിച്ച പള്ളിയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അത് ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് എന്ന തർക്കം ഉയർന്നു തുടങ്ങിയ കാലത്ത്, ആ തർക്കം പതുക്കെ തെരുവിലേക്ക് വന്നു തുടങ്ങിയ കാലത്ത് നമ്മുടെ ദുഷ്ടബുദ്ധികളായ രാഷ്ട്രീയക്കാർ അത് വലിയ തോതിൽ ഏറ്റെടുത്ത് വർഗീയതയാക്കി വളർത്തിയ കാലത്ത്, ഇന്ത്യ മൊത്തം 2 ചേരിയായി നിന്ന കാലത്ത് വളരെ സൗമ്യമായി ചെയ്തൊരു പണിയാണ്. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ വെറും ഒരു തുടക്കക്കാരൻ മാത്രമായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുടെ കൂടെ അയോധ്യയിൽ പര്യവേഷണത്തിന്, എക്സ്കവേഷൻ, ഉത്ഖനനത്തിന് നിയോഗിക്കപ്പെട്ട ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പലരും പറഞ്ഞത് അദ്ദേഹം അന്ന് വെറും വിദ്യാർത്ഥിയായിരുന്നു എന്നാണ്. ആയിക്കൊള്ളട്ടെ, പല ചരിത്രകാരന്മാരും അദ്ദേഹത്തെ ഡിസോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം മാഷെ, അവിടെ ഒരു ചോദ്യം, ഈ ചരിത്രാന്വേഷകനും ഈ പുരാവസ്തു വിദഗ്ധനുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കെ മുഹമ്മദ് സാറിനെ എന്ത് വിളിക്കണം? അദ്ദേഹം ചരിത്രാന്വേഷിയാണോ, ചരിത്ര ഗവേഷകനാണോ, പുരാവസ്തു ഗവേഷകനാണോ, പുരാവസ്തു ശാസ്ത്രജ്ഞനാണോ, ഇതൊക്കെയുള്ള ഒരു വിഷയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ കെ മുഹമ്മദ് എന്ന ഇത് രണ്ടും എവിടെയൊക്കെ ഒന്നിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ തലക്കെട്ടാണ്, ഞാൻ എന്ന ഭാരതീയൻ. ഭാരതത്തിന് ഗുണകരമായ രീതിയിൽ, ഭാരതത്തിന് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന മട്ടിൽ, ഭാരതത്തിലെ എല്ലാ വിശ്വാസികളുമായി എല്ലാതരം വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒന്നിച്ചു ചേരുന്ന മട്ടിൽ, എല്ലാ വിശ്വാസത്തെയും സംസ്കാരത്തെയും ഒരുമിച്ച് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറ്റുന്ന മട്ടിലുള്ള ഒരു മഹാകാശത്തിനാണ് മഹാഭാരതം എന്ന് നമ്മൾ പറയുന്നത്. ആ ഭാരതീയനാണ് ഞാൻ എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. അദ്ദേഹം ആകെ ചെയ്തത് അന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ, ആ ഉത്ഖനനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. കൊത്തുന്ന അവർ കൊണ്ടുപോയി വളരെ കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. തൊഴിലാളികൾ, അദ്ദേഹം പറയുന്നുണ്ട്, ഉത്ഖനനത്തിൻ്റെ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഞങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിരുന്നു. വെച്ചാൽ ഹിന്ദു തൊഴിലാളികളെ മാത്രമല്ല, ഹിന്ദു തൊഴിലാളികളെയും മുസ്ലിം തൊഴിലാളികളെയും ഒരുപോലെ വെച്ചിട്ട്, കാരണം പിൽക്കാലത്ത് അതിനൊരു തർക്കം വിവാദം ഉണ്ടാകണ്ട എന്ന് വെച്ചിട്ട് ചെയ്തപ്പോൾ പോലും ഓരോ കൊത്തു മണ്ണിലും ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ചെയ്തത് ഇന്നത്തെ പോലെയൊന്നുമല്ല. നമ്മൾ പലരും അതെങ്ങനെ ഒച്ചപ്പാടാക്കാം, എങ്ങനെ കലഹമാക്കാം, എങ്ങനെ തർക്കമാക്കാം, എങ്ങനെ ഇദ്ദേഹം ചെയ്തത് ബാബറി മസ്ജിദ് അയോധ്യ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷം കലക്കിയത് ചരിത്ര പണ്ഡിതന്മാരാണ്. അത് പറയാതിരിക്കാൻ നിർവാഹം. ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ മാത്രമല്ല പ്രശാന്ത്, ഇന്ത്യയിലെ ചരിത്രത്തിൽ പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാമ്രാജ്യത്വത്തിൻ്റെ അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ഇമ്പീരിയലിസ്റ്റ് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തെ മതവൽക്കരിക്കാൻ നടന്ന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചരിത്രത്തെ മാർക്സിസ്റ്റ് വൽക്കരിക്കാൻ നടന്ന ശ്രമങ്ങളുമുണ്ട്.
ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായ ഈ ചരിത്രകാരന്മാരുടെ നീക്കം ഇപ്പോഴും അവർക്ക് ബാബരി മസ്ജിദ് ഇഷ്യൂവിലെ വിധി പോലും ശരിയല്ല എന്ന് വാദിക്കുന്നവരാണ് അവർ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമാധാനം വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കെ മുഹമ്മദ് സാറിനെ ഇപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വീരപരാക്രമികളായ ചരിത്രകാരന്മാർ ഇപ്പോഴുണ്ട്. ഈ എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കെ മുഹമ്മദ് സാർ ചെയ്ത സേവനം എന്താണ്? അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടലോടെ നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ചെയ്തത് സത്യസന്ധമായി ദൈവമേ എന്ത് ചെയ്യാൻ പറ്റും. അദ്ദേഹം വിശ്വാസിയാണ്, ഒരു സൂഫി വിശ്വാസിയാണ്. എല്ലാ ദേവാലയങ്ങളിലും അദ്ദേഹം പോകും, എല്ലാ ദർഗയിലും പോകും, എല്ലാ ക്ഷേത്രങ്ങളിലും പോകും. എവിടെയൊക്കെ ഒരു ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രം പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന പണി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും സാംസ്കാരിക വകുപ്പിനും ചരിത്ര വകുപ്പിനും പുരാവസ്തു വകുപ്പിനും റിപ്പോർട്ട് ചെയ്യുകയും അത് കണ്ടെത്തിയിട്ട് മ്യൂസിയത്തിലേക്ക് മാറ്റുകയല്ല, അവിടെ അതെങ്ങനെ പുനർനിർമ്മിക്കാം. അതൊരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടമാണല്ലോ. ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ കാലപ്പഴക്കം തീരുമാനിച്ചിട്ട് ആ കാലത്തിന് ചേർന്ന ഈ ശില്പഭംഗിയോടെ അതെങ്ങനെ പുനർനിർമ്മിക്കാം. അങ്ങനെ അദ്ദേഹം നിർമ്മിച്ച എത്രയോ ക്ഷേത്രങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാരമ്പര്യത്തിൻ്റെ മഹിമ പുനരാവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം 100% സത്യസന്ധ. ഭാരതീയ അതാണ് കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഭാരതീയ പാരമ്പര്യത്തിന്റെ ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ സംരക്ഷകൻ. ജാതി മതങ്ങൾക്കെല്ലാം അതീതമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏതെങ്കിലും ജാതി ഉണ്ടോ മതമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ക്യൂറേറ്റർ അങ്ങനെ ഉണ്ടല്ലോ, ക്യൂറേറ്റർ ഓഫ് കൾച്ചർ എന്നൊക്കെ വിളിക്കേണ്ട ഒരാളാണ്. ഇദ്ദേഹം അന്ന് ചെയ്ത സേവനം ഏറ്റവും വലുതാണ്. ആരൊക്കെ അദ്ദേഹത്തെ അവമതിച്ചാലും അത് ചെറുതായി കാണാൻ കഴിയില്ല. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം നേരെ പോയത് എങ്ങോട്ടാന്ന് നോക്കണം. ബാബരി മസ്ജിദ് രാമജന്മഭൂമി ഇഷ്യൂ തെരുവിലേക്ക് പോകുന്നു, എൻ്റെ സഹോദരങ്ങളായ ഇന്ത്യക്കാർ തമ്മിൽ തല്ലി ചാവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ആ മനുഷ്യസ്നേഹിയായ ഭാരതീയൻ ആദ്യം പോയത് അന്നത്തെ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ബീഹാറിലെ സയ്യിദ് ഷഹാബുദ്ദീൻ MP-യെ കാണാനാണ്. കാത്തിരുന്ന് അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, സാറേ അയോധ്യയിലെ യാഥാർത്ഥ്യം ഇതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റാർക്കും ബോധ്യപ്പെട്ടോ ഇല്ലേ എന്നല്ല, അത് എന്ന് ബോധ്യപ്പെടുന്നല്ല, കോടതിയിലേക്ക് എന്ന് ബോധ്യപ്പെടുന്നല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിക്ക് കീഴെ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അത് നിർമ്മിച്ചത് വിശ്വാസങ്ങളോടുള്ള വിരോധം കൊണ്ടാവണമെന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും സുൽത്താൻമാരുടെ കാലത്ത്, ബാബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണെങ്കിൽ, പള്ളിയാണെങ്കിൽ അവിടെ അതിനു മുമ്പ് എപ്പോഴോ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് വസ്തുതയാണ്. മാത്രമല്ല അത് രാമജന്മഭൂമിയുമാണ്, ശ്രീരാമന്റെ ജന്മഭൂമിയാണ് എന്നൊരു വാദം. ഇതൊന്നും തെളിയിക്കാനാവില്ല. ശ്രീരാമൻ ജനിച്ചു എന്ന് തെളിയിക്കാനാവില്ല. വിശ്വാസത്തെ, അതുകൊണ്ട് ഇന്ത്യക്കാരായ നമ്മൾക്ക് വിശ്വാസത്തെ മാനിക്കാനേ സാധിക്കൂ. അതുകൊണ്ട് വിശ്വാസികൾ പരസ്പരം നിഷേധിക്കാനോ നിരാകരിക്കാനോ സാധിക്കില്ല, ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യാൻ പക്ഷേ പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിശ്വാസികളായ നമ്മൾ പരസ്പരം മാനിച്ചുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തെരുവിലേക്ക് വിട്ടുകൊടുക്കാതെ രമ്യമായി തീർക്കാൻ നോക്കണം സാർ. സയ്യിദ് ഷഹാബുദ്ദീൻ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം കുറേ നേരം ഇങ്ങനെ കേട്ടു. അദ്ദേഹം അപ്പോഴേക്കും ഈ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഇന്ത്യയിലെ സകല മുസ്ലിം സംഘടനകളെയും ഒരു കൊടക്കീഴിൽ ഒന്നിപ്പിച്ച് തെരുവിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു തുടങ്ങിയ കാലമാണ്. സയ്യിദ് ഷഹാബുദ്ദീൻ MP-യുടെ മറുപടി കേട്ട് താൻ തലകുനിച്ച് കണ്ണീരോടെ ഇറങ്ങിപ്പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഷഹാബുദ്ദീൻ പറഞ്ഞത് എന്താണെന്നറിയോ? മിസ്റ്റർ മുഹമ്മദ്, യു ആർ ടു ലേറ്റ്. ഞങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയി. സത്യസന്ധമായ ഒരു മറുപടിയാണ്. അങ്ങനെ ആ സങ്കടം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എങ്കിലും ഒടുവിൽ എന്താ സംഭവിച്ചത്? ഒടുവിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചു. കോടതി കണ്ടെത്തലുകളെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അംഗീകരിച്ചു. അന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീരാമായിരുന്ന ഒരു കാര്യം നീണ്ട രക്തച്ചൊരിച്ചിലുകൾ, വലിയ അതും അദ്ദേഹം പറയുന്നുണ്ട്. ഭാരതത്തിൽ, ഇന്ത്യയിൽ BJPക്ക് രാഷ്ട്രീയമായ വളർച്ച ഉണ്ടാക്കി കൊടുത്തത് ഈ നിലപാടാണ്. അദ്ദേഹം രാമജന്മഭൂമിയെയോ ബാബറി മസ്ജിദിനെയോ അല്ല കുറ്റപ്പെടുത്തുന്നത്, മറിച്ച് പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരനും കൂടിയാണ്. നല്ല രാഷ്ട്രീയക്കാരനുണ്ട്. രാഷ്ട്രീയ ഭാവി കാണാനുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞതൊക്കെയാണ് പിൽക്കാലത്ത് നടന്നത്. അത് യാഥാർത്ഥ്യമായതുകൊണ്ട് കെ മുഹമ്മദ് ആരുമല്ല, കെ മുഹമ്മദ് ചരിത്രകാരനല്ല എന്ന് പറഞ്ഞ മണ്ണിന്റെ മകനാണ്. അദ്ദേഹത്തെ തെറി വിളിക്കാൻ ഇപ്പോഴും ആളുകളുണ്ട്. ഞാൻ ആ ചരിത്രകാരന്മാരോടൊക്കെ എനിക്ക് നല്ല നമസ്കാരം പറയാനുള്ളൂ. കാരണം അവരൊന്നും അല്ല, മുഹമ്മദാണ് പറയേണ്ടത് വേണ്ട നേരത്ത് പറഞ്ഞയാൾ. അന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നോ അദ്ദേഹമായിരുന്നു ശരി എന്ന് നമ്മുടെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചു, വിധി എഴുതിയിരിക്കുന്നു. രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ 2-3 കാര്യങ്ങൾ. ഒന്ന് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു, പത്മശ്രീ. അദ്ദേഹത്തിന് വീണ്ടും അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒടുവിലത്തെ അംഗീകാരത്തിന്റെ പ്രത്യേകത സത്യസായി ബാബയുടെ ജന്മവാർഷികത്തിൽ, ഒരുപക്ഷെ 100ാം ജന്മവാർഷികത്തോടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച്
സത്യസായി യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നു. 5 ലക്ഷം 5 ലക്ഷം രൂപയുടെ അവാർഡാണ്. വലിയ അവാർഡാണ്, വലിയ അംഗീകാരമാണ്. എനിക്ക് തോന്നുന്നു കെ മുഹമ്മദ് എന്ന നിശബ്ദനായ ഒരു ഭാരതപുത്രനെ, അങ്ങനെയാണല്ലോ വിളിക്കേണ്ടത്, നിശബ്ദനായ ഭാരതപുത്രനെ ശരിയാണ് ഈ രാജ്യം ഇനിയും അംഗീകരിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും. അതെ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇനിയും ഭാരതീയർക്ക്, നമ്മുടെ രാജ്യത്തിന് ഒക്കെ ലഭിക്കുമാറാകട്ടെ. അത് നമ്മുടെ സമൂഹത്തിന് അങ്ങേയറ്റം ഗുണകരമായിരിക്കട്ടെ എന്നും നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം. തീർച്ചയായും.